വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്ര ബജറ്റ് പുത്തൻ ഉണർവ് നൽകുന്നുവെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന ഘടകം. വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ നിക്ഷേപം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ് ബജറ്റെന്നും ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് PS ഗോപകുമാർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ അധ്യാപക ദ്രോഹ സാമ്പത്തിക സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ആദായ നികുതി കുറച്ചത് ആശ്വാസകരമെന്നും അദ്ദേഹം പറഞ്ഞു. മൊത്തത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണർവ് പകരുന്ന ബഡ്ജറ്റാണെന്നാണ് മനസ്സിലാക്കിയത്. അധ്യാപക പരിഷത്തിന്റെ 46 സംസ്ഥാന സമ്മേളനം ഈ പത്തനംതിട്ടയിൽ നടക്കുകയാണ്. എല്ലാവരും സമ്മേളന നഗരിയിലായതുകൊണ്ട് ആ ബഡ്ജറ്റിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല. എങ്കിലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ നിക്ഷേപം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം തുടർച്ചയായിട്ട് 2 വർഷവും GDP-യുടെ വലിയ തുക, അതായത് 1 ലക്ഷം കോടിയിലധികം തുക വിദ്യാഭ്യാസ മേഖലയ്ക്ക് നിക്ഷേപിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ പ്രാവശ്യവും പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയടക്കം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ നിക്ഷേപങ്ങളും പദ്ധതികളും പ്രഖ്യാപിച്ചതായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്.